ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ പ്രൈസിന്റെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ. അപ്പം നാളത്തേക്ക് ഞാൻ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. അതായത് 25,100 ഏരിയ ആണ് ഞാൻ സപ്പോർട്ടായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 24,300 മുതൽ 350 വരെയുള്ള ആ ഒരു ഏരിയ ഞാൻ റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയിലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് അപ്സൈഡിലേക്ക് ഞാൻ നോക്കുന്ന ഈ ഒരു ഹൈന്റെ മുകളിലായിട്ട് മാത്രമാണ് അപ്സൈഡിലേക്ക് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 24,440 ചെറിയൊരു ലെവലാണ്. അപ്പം ഈ ഒരു ഹൈ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,500 ലെവൽ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ ലെവലിൽ നമുക്കൊരു ടാർഗറ്റ് നോക്കാം. അതുപോലെ തന്നെ 24,550 അതുപോലെ തന്നെ 24,670 ലെവൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24,670 മുതൽ 24,720 ഏരിയ ഒരു നോ ട്രേഡിംഗ് സോൺ ആയിട്ട് അത് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലെവലാണ് ഒരു എൻട്രി. പി സൈഡിലേക്ക് ഈ ഒരു ലെവൽ താഴേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിനുള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 24,100 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 24,000ലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ 24,050 ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സപ്പോർട്ടാണ്. 24,000 ആണ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആക്കി. അപ്പൊ മാർക്കറ്റ് ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതായത് 23,930 ലെവലാണ് ഒരു സപ്പോർട്ട് സോണാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 23,930 മുതൽ 23,840 ലെവൽ ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ഒരു ലെവലിൽ സപ്പോർട്ടഡ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ലെവല് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതിന്റെ താഴെയാണ് നമുക്കൊരു ബി സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,000 അതുപോലെ തന്നെ 23,930യിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നെക്സ്റ്റ് ഒരു ഫർദർ ഡൗൺ മൂവ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ്. അതായത് 23,840യുടെ താഴെയാണ്. അപ്പം ഇതിന് താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,733 ആണ് നെക്സ്റ്റ് ലെവൽ. അതുപോലെ തന്നെ 23,600 ലെവലാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നെക്സ്റ്റ് നാളത്തേക്കുള്ള ഫ്യൂച്ചർ പ്രൈസിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേക്ക് വലിയ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതായത് 24,280 ആണ് ഇന്നത്തെ വാല്യൂരിയ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാല്യൂരിയ ലോ എന്ന് പറയുന്നത് 24,116 ആണ്. അപ്പം ഈ ഒരു വാല്യൂരിയ ലോയിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഡയറക്റ്റ് താഴേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു നേക്കഡ് പി ഒ സി നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കും. ഇവിടെ പി ഒ സി കാണാൻ പറ്റും. 24,044 എന്ന ലെവൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴേക്കാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ വാല്യൂരിയ ഹൈ എന്ന് പറയുന്നത് 24,284 ആണ്. അപ്പം ഈ വാല്യൂരിന്റെ ഹൈന്റെയും ലോയിന്റെയും ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു സൈഡ് വേസ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ അപ് സൈഡിലേക്ക് മാർക്കറ്റ് ഈ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്പോട്ട് പ്രൈസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഇന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രീവിയസ് ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ നടന്നൊരു സ്ഥലമാണ്. അതായത് 11:3 സ്മാർട്ട് മണി ആക്ടിവിറ്റി താഴേക്കുള്ള ഒരു ഡൗൺ സൈഡിലേക്ക് സ്മാർട്ട് മണി മാർക്കറ്റിനെ പുഷ് ചെയ്ത ഒരു ഏരിയ ഒരു ടെയിലാണ്. അപ്പം അതേ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് എന്നും റിജക്ട് ചെയ്ത മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതിന്റെ മുകളിലായിട്ട് ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിൽ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡിലേക്ക് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ പ്രിന്റ് നിങ്ങൾ നോക്കുക. അതായത് 24,260 ലെവല് ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവലാണ്. അപ്പം ആ ഒരു പ്രൈസ് ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് വന്നാലും ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഹ്യൂജ് ആയിട്ട്
സെൽ ഓർഡേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ നാളെ ഇപ്പം മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു POC, അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിംഗിൾ പ്രിന്റ്, അതുപോലെ തന്നെ ഈ വാല്യൂ ഹൈയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഈ ഒരു ഫസ്റ്റ് 1 അവർ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിന്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഉള്ളിലേക്ക് ഒരു വാല്യൂരിന്റെ ഉള്ളിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഹൈയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഡയറക്റ്റ് താഴെ കാണുന്നുണ്ടെങ്കിൽ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു POCയിലേക്ക്, അതുപോലെ തന്നെ ആ വാല്യൂരിയ ലോയിലേക്ക് നിഫ്റ്റി എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.